ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഫുൾ കഷ്ടകാലമാണ്. എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ സാമ്പാർ വെക്കാനായിട്ട് എല്ലാ അരിഞ്ഞ് സെറ്റാക്കിയിട്ട് ഞാൻ കുക്കറിനകത്തോട്ട് പരിപ്പിട്ട് ഗ്യാസിലോട്ട് വെച്ച് അപ്പം ഗ്യാസ് തീർന്നു. പിന്നെ എന്ത് ചെയ്യാനായിട്ട് അടുപ്പ് കത്തിച്ച് അതിനകത്തോട്ട് പരിപ്പ് വേവിച്ച് ഈ കഷ്ണങ്ങൾ ഇടാൻ തുടങ്ങിയപ്പോൾ തലക്കൂട്ടി ഒടുക്കത്തെ കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. പിന്നെ അടുത്ത് അപ്പം പരിപ്പ് കറി ആക്കി. അതിനകത്തോട്ട് മത്തനും കൂടെ അരിഞ്ഞിട്ട് മത്തനും പരിപ്പും കൂടി ഇട്ടൊരു കറി വെച്ചു, ഒരു തട്ടിക്കൂട്ട് കറി. പിന്നെ മീൻ 2 കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു, അതും വറുത്ത്. തലക്കുട്ടിയാണെങ്കിൽ എന്തിനും നിലത്തിടക്കത്തില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഇന്നിപ്പോൾ കറണ്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കറണ്ട് വന്നത്. എല്ലാം കൂടെ മൊത്തം നല്ല കുശാലായി. ഇപ്പം ഞാൻ കറണ്ട് വന്ന സമയത്ത് തനുവും ആദൂസും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. കാണിച്ചു തരാം. രണ്ടാൾക്കാർ നല്ല ഉറക്കമാണ്. ഒരാൾ തൊട്ടിലിലും ഒരാൾ കട്ടിലിലുമാണ് കിടക്കുന്നത്. തനൂസ് ആണെങ്കിൽ തൊട്ടിലിൽ ചെരിഞ്ഞും വളഞ്ഞും പൊളഞ്ഞും എങ്ങനെയൊക്കെയോ കിടക്കുന്നു. ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ പെട്ടെന്ന് തന്നെ തുണി നനച്ചു കേട്ടോ. ഇന്ന് കുറേയേറെ തുണി ഉണ്ടായിരുന്നു നനയ്ക്കാനായിട്ട്. ബെഡ്ഷീറ്റൊക്കെ നനയ്ക്കാനായിട്ടുണ്ടായിരുന്നു, അതൊക്കെ നനച്ചിട്ട്. ആദൂസാണെങ്കിൽ എന്ത് സ്വപ്നം കണ്ട് കരയുവാണ് കേട്ടോ ഇടയ്ക്ക്. വീട്ടിൽ വരുമ്പോഴുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പാപ്പം എന്ന് പറഞ്ഞാൽ ആദൂസ് വരും. ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ ചില സമയത്ത് നല്ല മൂടാണെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ അതുമില്ല. ചപ്പാത്തി ഇരിപ്പുണ്ട്, അത് രാവിലെ എന്തായാലും കഴിച്ചിട്ടില്ല. ഇനിയിപ്പം തനുവിന് കൊടുക്കുന്ന കുറുക്ക് കുറച്ച് കൊടുക്കാൻ ഓർത്ത്. ഇപ്പം അതൊക്കെയുള്ളൊരു രക്ഷ. ഇതാണ് എൻ്റെ തട്ടിക്കൂട്ട് പരിപ്പ് കറി കേട്ടോ. പരിപ്പ് കറിയും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും മീനും വറുത്ത്. നാളത്തേക്കാണെങ്കിൽ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടിരിക്കുമായിരുന്നു. ഇനിയിപ്പം നാളെ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഓർത്ത്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.